അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ, ഇപ്പോൾ ഇത് സുരേഷ് ഗോപിയുടെ ഒരു ശൈലിയാണ് എന്ന രൂപത്തിൽ തൃശ്ശൂരിലെ ജനങ്ങൾ അത് അംഗീകരിക്കാനുള്ള സാധ്യത എത്രത്തോളം കാണുന്നു? ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം സിനിമാ നടനായിരുന്ന കാലത്തും അദ്ദേഹം പലർക്കും സഹായങ്ങൾ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ തന്നെ പലപ്പോഴായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സഹമന്ത്രി എന്ന നിലയ്ക്കല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് തന്നെയാണെങ്കിലും ഏതെങ്കിലും ഒരു ദുരിതം അനുഭവിക്കുന്നവരുടെ വാർത്ത അറിഞ്ഞ് അവരെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹത്തിന് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് അദ്ദേഹം ആ നിലയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രതികരണങ്ങൾ, പ്രസംഗങ്ങൾ പലപ്പോഴും ഈ തരത്തിൽ ചില പ്രതികരണങ്ങൾ ക്രൂരമായി തോന്നുന്ന പ്രതികരണങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായി അങ്ങനെ വിലയിരുത്തപ്പെടുമോ? നോക്കൂ സ്മൃതി, നമ്മുടെ ഈ ചർച്ചയുടെ ലക്ഷ്യം എന്താ? സുരേഷ് ഗോപി ഒരു മോശം മനുഷ്യനാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയല്ല. നമുക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടോ? സുരേഷ് ഗോപിക്ക് ഒരുപാട് നല്ല മുഖങ്ങളുണ്ടാകും, ഇല്ലാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇദ്ദേഹം ഒരു മോശം മനുഷ്യനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുക അല്ല ഈ ചർച്ചയുടെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ നല്ല മുഖങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇവിടെ വന്ന് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇവിടെ നോക്കൂ, AKG സെന്ററുമായിട്ടും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിളിനെ എത്ര മനോഹരമായിട്ടാണ് രാഹുൽ ഈശ്വർ അതിനെ ട്വിസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് എന്താണ്? സുരേഷ് ഗോപി തന്നെ പറയുന്നു, ഞാൻ ഭരത്ചന്ദ്രൻ IPS ആയി റോഡിലിറങ്ങി നിൽക്ക് പ്രവർത്തിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളൊരു പ്രയോഗം വരുന്നു. ആ ഭരത്ചന്ദ്രൻ IPS അല്ല നമുക്ക് വേണ്ട, പൊതുജനത്തിന്റെ ഭാഗത്തു നിന്ന് വേണ്ട എന്ന് എനിക്ക് പറഞ്ഞുകൂടെ? ആ വിമർശനത്തിന് എന്താ തെറ്റ്? അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല. അതിനകത്തൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു പ്രശ്നം ആ സിനിമയ്ക്ക് അടിസ്ഥാനത്തിലുണ്ട് എന്ന് പറയുന്നത് സിനിമയെക്കുറിച്ചുള്ള ചർച്ചയല്ല. ആ ഭരത്ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ ഇപ്പോഴും ആവാഹിച്ച് മനസ്സിൽ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാര്യം ഭരത്ചന്ദ്രൻ ഒരു ഇടിയൻ പോലീസാണ്. അദ്ദേഹം ജനാധിപത്യവാദി അല്ല. നീതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നീതി എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും നല്ല നീതി നടപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ആ ആക്ഷൻ ഹീറോ ബിജുവിലെ പോലീസ്. അയാളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുവാണോ? കാര്യം കൈ കിട്ടുന്നതിനെല്ലാം കുനിച്ചു നിർത്തി തേങ്ങ വെച്ചിടിക്കുകയാണ് പുറത്ത്. അതാ പറഞ്ഞ മീൻസും എൻസും. എൻസിൽ ജസ്റ്റിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മീൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അതാ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അടുത്തത് ജാതിയുമായി ബന്ധപ്പെട്ട കാര്യം നോക്കൂ. അദ്ദേഹം ജാതിയല്ല ഒന്നുപോലെ കരുതുന്നത്. അങ്ങനാണെങ്കിൽ ഈ പറയുന്ന തന്ത്രി കുടുംബത്തിൽ ജനിക്കാനായി ബ്രാഹ്മണനായി തന്നെ എന്തിനാ ജനിക്കുന്നത്? ശബരിമലയിൽ അദ്ദേഹത്തിന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടെ? ശബരിമലയിൽ ഈ പറയുന്ന ബാക്കിയുള്ള ജാതിക്കാരെ എല്ലാം കൂടെ പൂജയ്ക്ക് വെക്കാൻ പറ്റുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചുകൂടെ? അതായത് പിന്നാക്കക്കാരുടെ ക്ഷേമത്തിന് ഒരു മുന്നാക്കക്കാരനായി താൻ ശ്രമിച്ചാലേ അത് സാധ്യമാകുകയുള്ളൂ. അത് ആ വിഭാഗത്തിന് ആ വകുപ്പ് അത് കൃത്യമായി ചെയ്യാൻ പറ്റില്ല. അത് എന്റെ കയ്യിലേക്ക് വന്നാൽ ഞാൻ അത് വൃത്തിയായി ശരിയാക്കി തരാം. അദ്ദേഹത്തിന്റെ മുന്നിൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി തന്നെ ജനിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ജാതി കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കുന്നു. അല്ലെങ്കിൽ ആ ഹൈറാർക്കി ഉണ്ടല്ലോ, സോഷ്യൽ സ്ട്രേറ്റിലുള്ള ഹൈറാർക്കി കൃത്യമായി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അടുത്ത രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യം തന്നെ. ഇപ്പൊ ഒന്നാമത്തെ കാര്യം, രാഹുൽ ഈശ്വർ പറയുന്ന വാദങ്ങൾ BJPക്ക് പോലും ഈ പറയുന്ന സുരേഷ് ഗോപിക്ക് വേണ്ടി മുന്നോട്ട് വെക്കാൻ താല്പര്യമില്ലാത്ത വാദങ്ങളാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വർ വെക്കുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ചർച്ചയ്ക്ക് പങ്കെടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോട്ടെ, അദ്ദേഹം പബ്ലിക് ഡിബേറ്റ്സിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. നമ്മൾ ജാതി എന്ന് പറയുന്ന വിഷയം ഈ പറയുന്ന അദ്ദേഹം എത്തിക്കലി കറക്റ്റാണ്, മോറലി കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ? നമ്മൾ പബ്ലിക് സ്പേസിൽ, പബ്ലിക് ഡിസ്കോഴ്സിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ വീട്ടിൽ ഇരിക്കുമ്പോൾ ചക്കരെ പൊന്നെന്ന് വിളിക്കും, റോഡിലിറങ്ങി കെട്ടിപ്പിടിച്ചുണ്ടാക്കാൻ പറ്റുമോ? പറ്റത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല. കാരണം പബ്ലിക് സ്പേസ് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ വീട്ടിനകത്ത് രൂക്ഷമായ ഭാഷ ഉപയോഗിക്കുന്ന ആ ഭാഷ എനിക്ക് വെളിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അങ്ങനെ ഒരു ചിന്ത തന്നെയാണ് പബ്ലിക് സ്പേസിൽ നിന്ന്, പബ്ലിക് ഡിസ്കോഴ്സിൽ നിന്ന് ഈ വിഷയങ്ങൾ പോകേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വിമർശനം വരുന്നത്. നോക്കൂ, ശക്തമായ ഭാഷയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മോശമായി സംസ്ഥാന സർക്കാരിന്റെ ഒരാൾ ഇടപെടുന്നു. നിങ്ങൾ എക്സാമ്പിൾ എടുത്തു, ചർച്ച ചെയ്തില്ലേ നമ്മൾ? അത് ശരിയാക്കണമെന്ന് പറയത്തില്ലേ? ഏത് പാർട്ടിക്കാരും ആട്ടുന്നേ, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി, മന്ത്രിമാര്, ഇവരെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാ? ആ ഭാഷ നന്നാകേണ്ടത് കൊണ്ടാണ്. അത് പൊതുതലത്തിൽ നിൽക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അത് പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? സുരേഷ് ഗോപി പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്, ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്ന് ചോദ്യം മുന്നോട്ട് വെക്കുമ്പം അതല്ല, അദ്ദേഹത്തിന്റെ മനസ്സ് നല്ലതാണെന്ന് മാത്രം പറഞ്ഞാൽ ഒക്കത്തില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് എത്ര നല്ലതാണെങ്കിലും അദ്ദേഹം പബ്ലിക് ഡിസ്കോഴ്സിലേക്ക് വരുമ്പം, വീടിനകത്ത് എന്തൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിലും, എത്ര നന്മയുണ്ടെങ്കിലും അത് പുറത്തിറങ്ങി വരുമ്പം ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോടുകൂടി തന്നെ പെരുമാറേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ ചുമ്മാ ഈ പറയുന്ന രീതിയിൽ ഇടപെടാൻ പറ്റില്ല. അതങ്ങനെ പറ്റാൻ നമുക്ക് സമൂഹത്തിന് സമ്മതിക്കാൻ പറ്റില്ല. രാഹുൽ ഈശ്വർ പറഞ്ഞ വാദത്തിനകത്ത് അർത്ഥമില്ലാത്തൊരു വാദമാണ്. ഒരു പോയിന്റ് എടുത്തിട്ട് അയ്യോ അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കാനാണെങ്കിൽ കുറച്ചു പേരെങ്കിലും ശരിയാ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, കാര്യം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പൊ സ്മൃതി പറഞ്ഞില്ലേ? അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആള്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ബിഹേവ് ചെയ്യേണ്ട ഒരു രീതി, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിനനുസരിച്ചാണോ അദ്ദേഹം പെരുമാറുന്നത് എന്നുള്ളതാണ് ചോദ്യം.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.